ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമുക്കിന്ന് കുറച്ച് അരിക്കൂൺ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് ഒരു അടിപൊളി കറി ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: അരിക്കൂൺ നല്ല വൃത്തിയായി കഴുകി വെച്ചതാണ്, 1 ടീസ്പൂൺ അരി, 1 ടീസ്പൂൺ ഉഴുന്ന്, ഒരു നുള്ള് ജീരകം, 1 ടീസ്പൂൺ പരിപ്പ്, 2-3 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. ഈ കൂട്ട് നമുക്ക് വറുത്തെടുക്കണം. അപ്പം നമ്മൾ സ്റ്റവ് കത്തിച്ചിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം വറുക്കാൻ. അപ്പോൾ നമുക്ക് നേരത്തെ എടുത്തു വെച്ച കൂട്ടുകളെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കളർ മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ഇട്ട കൂട്ടുകളെല്ലാം ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ ഇത് സാമ്പാറിനൊക്കെ വറുക്കുന്ന പോലെ നന്നായി ചുമന്ന് വരുന്ന വരെ വറുത്തെടുക്കണം. അങ്ങനെ നമ്മുടെ തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കി കൊടുക്കണം. അതിന് ശേഷമാണ് നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ അരിക്കൂണിന് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി നമ്മൾ സ്റ്റവ് ഓഫാക്കിയാണ്. ഇനി ഈ ചൂടിൽ നമുക്ക് പൊടികൾ തേങ്ങയുടെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് ചൂടാറിയിട്ട് നന്നായി അരച്ചെടുക്കണം. അപ്പം നമ്മുടെ ഈ കൂട്ട് തണുത്തിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കണം. അപ്പം നമ്മുടെ അരപ്പ് ഇതുപോലെ അരച്ചെടുക്കണം. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇതിൽ 2 തക്കാളിയാണ് ഉപയോഗിക്കുന്നത്. ഈ തക്കാളി നമുക്ക് ചട്ടിയിലിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണം. വഴന്ന് വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരപ്പൊക്കെ ചേർത്തിട്ട് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നിങ്ങനെ ഇളക്കിയതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പ് നന്നായി തിളച്ചതിന് ശേഷമാണ് നമ്മൾ അരിക്കൂൺ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അരപ്പ് തിളക്കട്ടെ. അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴുകി വെച്ച അരിക്കൂൺ ഇട്ട് കൊടുക്കാം. അരിക്കൂൺ ഇട്ട് കൊടുത്ത് നന്നായി തിളച്ച് വരട്ടെ. അപ്പം ഇനി നമുക്കിത് വറവിടണം. ഇനി സ്റ്റവ് കത്തിച്ചു. നമുക്കിനി വറവിടാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടി നമുക്ക് 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. അങ്ങനെ കടുകും വെളുത്തുള്ളി നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്. ഈ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇന്ന് കിട്ടിയ അരിക്കൂണാണ്, ഫ്രഷ് കൂണാണ്. ഈ കറി ഏത് കൂണും വെച്ച് നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.